ഹായ് ഹലോ നമസ്കാരം. സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സഞ്ജു സാംസൺ ബാംഗ്ലൂരിൽ BCCIയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി തന്നെ, ക്ലിയറൻസിന് വേണ്ടി തന്നെ. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സഞ്ജു സാംസങ്ങിന് വിക്കറ്റ് കീപ്പിങ്ങിലും ഫീൽഡിങ്ങിലും അനുമതി ലഭിച്ചിരിക്കുകയാണ്, ക്ലിയറൻസ് ലഭിച്ചിരിക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് സഞ്ജു സാംസന്റെ ആരാധകർക്ക് വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ശുഭകരമായ വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ കളികളിൽ രാജസ്ഥാൻ റോയൽസ് വളരെ പരിതാപകരമായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവസാനത്തെ മൂന്നാമത്തെ കളിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിനോട് ഒരു വിജയം നേടാൻ കഴിഞ്ഞതും. എങ്കിലും ക്യാപ്റ്റൻസിക്ക് തീരെ പോരായ്മ തന്നെയായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസണ് ഇപ്പോൾ കോൺഫിഡൻസ് ലെവലിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം ക്യാപ്റ്റൻ സ്ഥാനം കിട്ടുകയും ടീമിൽ ഫീൽഡ് ചെയ്യാൻ അനുമതി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കോൺഫിഡൻസ് ഇരട്ടിയാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഒരു സ്ഥിരതയില്ലായ്മയുള്ള പ്രകടനം അത് തികച്ചും മാറാൻ സാധ്യത വളരെ കൂടുതലാണെന്ന്. കഴിഞ്ഞ കളികളെല്ലാം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം സഞ്ജു സാംസന് കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടിയത് മാത്രമല്ല ഫീൽഡിൽ ഇറങ്ങാൻ അനുമതി ലഭിച്ചത് തന്നെയാണ് സഞ്ജു സാംസന് വളരെ കോൺഫിഡൻസ് കിട്ടിയത് എന്ന് തന്നെ പറയാം. എടുത്തു പറയേണ്ട കാര്യം ഇനി വരുന്നത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിലാണ് രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിലെ ബോയ്സിന് തീർച്ചയായിട്ടും ആത്മവിശ്വാസം തന്നെ നൽകുമെന്ന് തന്നെ പറയാം. ഫോമിലല്ലാത്ത പല പ്ലേയേഴ്സും ഫോമിലോട്ട് തിരികെ വരികയും ചെയ്യും. പിന്നീട് എടുത്തു പറഞ്ഞ രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത വെല്ലുവിളി ഏതാണെന്ന് വെച്ചാൽ ശ്രേയസ് അയ്യരെ നേരിടുക, അതായത് പഞ്ചാബ് കിങ്സിനെ നേരിടുക എന്നത് തന്നെയാണ്. വളരെ ശക്തരായ ടീമാണ് ബോളിങ്ങിലും ബാറ്റിങ്ങിലും, പ്രത്യേകിച്ച് ബാറ്റിങ്ങിന് എന്ന് തന്നെ പറയാം. ഈ ടീമിന്റെ ക്യാപ്റ്റൻസിയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ശ്രേയസ് അയ്യരുടെ ഫോമും തന്നെയാണ്. സഞ്ജു സാംസൺ വി ശ്രേയസ് അയ്യർ എന്ന് തന്നെ പറയാം. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമും വരുമ്പോൾ തന്നെ സഞ്ജുവും ശ്രേയസും ഇവരുടെ രണ്ട് ക്യാപ്റ്റൻസിയും പ്രകടനവും BCCIയും മറ്റും എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു മത്സരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു മത്സരം മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പഞ്ചാബ് കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയാവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓക്കെ.